Dear students, welcome to the class of Managerial Economics. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് എക്കണോമിക്സിൻ്റെ 3 ഡെഫിനിഷൻസും പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? എന്തൊക്കെയായിരുന്നു? ഹു ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? ആഡം സ്മിത്ത്. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ ഏതായിരുന്നു? യെസ്, വെൽത്ത് ഡെഫിനിഷൻ. അപ്പോൾ വെൽത്ത് ഡെഫിനിഷൻ പഠിച്ചു, വെൽഫെയർ ഡെഫിനിഷൻ പഠിച്ചു, പിന്നെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ പഠിച്ചു അല്ലേ? വെൽത്ത് ഡെഫിനിഷൻ ആരതായിരുന്നു? ആഡം സ്മിത്ത്. വെൽഫെയർ ഡെഫിനിഷൻ ആരതായിരുന്നു? ആൽഫ്രഡ് മാർഷൽ. ദെൻ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ലയണൽ റോബിൻസൺ. അപ്പോൾ ഈ 3 ഡെഫിനിഷൻസിൽ എന്താ പറഞ്ഞത് എക്കണോമിക്സിനെ പറ്റി? ഓർമ്മയുണ്ടോ? വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽത്ത്, സമ്പത്ത്, എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്, അതായിരുന്നു അല്ലേ? യെസ്. വെൽഫെയർ എന്ന് പറയുമ്പോൾ എന്തും കൂടെ വന്നു? സമ്പത്ത് മാത്രമല്ല, അതിന് കൂടെ ആരും കൂടെ വന്നു? പബ്ലിക്കും കൂടെ വന്നു. ഒരു പേഴ്സൺ, ഇൻഡിവിജ്വലിൻ്റെ കാര്യങ്ങളും കൂടെ വന്നു. സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? നമ്മുടെ ദുർലഭമായ സ്കേഴ്സായ റിസോഴ്സസ് വെച്ചിട്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലേ? അതായത് ഒരു ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഒരു ഹ്യൂമൻസിന് നീഡ്സും വാണ്ട്സും അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ആ നീഡ്സും വാണ്ട്സും എന്ത് ചെയ്യുക? സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എന്താണ്? സ്കേഴ്സാണ്, കുറവാണ്. അപ്പോൾ ആ കുറവുള്ള റിസോഴ്സസിനെ കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അതാണ് 3ാമത്തെ ഡെഫിനിഷനിൽ ലയണൽ റോബിൻസൺ പറഞ്ഞത്. അപ്പോൾ ടുഡേ നമുക്കൊരു പുതിയ ടോപ്പിക് എടുക്കാം. ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചസ് 2 types അല്ലെങ്കിൽ 2 branches are there. First one macro economics, second one micro economics. മൈക്രോയും മാക്രോയും. അപ്പോൾ എന്താണെന്ന് നോക്കിയോ? മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇസ് ദ സ്റ്റഡി ഓഫ് എക്കണോമിക്സ് ആസ് എ ഹോൾ. ഇൻ മാക്രോ എക്കണോമിക്സ് വി സ്റ്റഡി അബൌട്ട് നാഷണൽ ഇൻകം, ഗ്രോസ് നാഷണൽ ഔട്ട്പുട്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, ജനറൽ പ്രൈസ് ലെവൽ എക്സെട്ര. അപ്പം മാക്രോ എക്കണോമിക്സ്, ആ പേര് തന്നെയുണ്ട്. മാക്രോ എന്ന് പറഞ്ഞാൽ വൈഡ് എന്നാണ് അർത്ഥം, ഒരു വലിയ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എക്കണോമി ആസ് എ ഹോൾ. നമ്മുടെ എക്കണോമീനെ ഹോൾ മൊത്തത്തിൽ പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് മാക്രോ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇൻ മാക്രോ എക്കണോമിക്സ് വി സ്റ്റഡി അബൌട്ട്, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ നാഷൻ്റെ ഇൻകം, അതായത് ഓരോ പേഴ്സൺ ഉണ്ടാക്കുന്ന ഇൻകം, അത് എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തത്തിൽ നമ്മുടെ നാഷൻ്റെ ഇൻകമായി മാറുന്നുണ്ട്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം, ഒരു പേഴ്സൻ്റെ ഇൻകം ഒരുമിച്ച് കൂടിച്ചേർന്നാൽ എന്താണ്? അത് നാഷണൽ ഇൻകമാണ്. അപ്പോൾ നാഷൻ്റെ മൊത്തം ഇൻകം, വരുമാനം എന്താണ്? ദെൻ ഗ്രോസ് നാഷണൽ ഔട്ട്പുട്ട്, നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യം പലതരം പ്രോഡക്റ്റ്, പലതരം ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം ഔട്ട്പുട്ട് എത്രയാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ്, നമ്മളെ ഡിമാൻഡ് എന്താണ്? ഓരോ കൺസ്യൂമർ നാഷൻ്റെ മൊത്തം ഡിമാൻഡ് എങ്ങനെയാണ്? സപ്ലൈ എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ജനറൽ പ്രൈസ് ലെവൽ എങ്ങനെയാണ്? ഓരോന്നിൻ്റെ പ്രൈസ് ലെവൽ. അതായത് മൊത്തത്തിലാണ് എന്തിൽ പഠിക്കുക? മാക്രോയിൽ പഠിക്കുക. മാക്രോ മീൻസ് ഹോളാണ്, മുഴുവനായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്നതാണ് മാക്രോ എന്ന് പറഞ്ഞാൽ. ഇനി മൈക്രോ എക്കണോമിക്സ് simply refers to the microscopic study of the economy. മൈക്രോസ്കോപ്പിക് സ്റ്റഡി. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മമായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ സൂക്ഷ്മമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്കണോമീനെ പഠിക്കണം. അപ്പോൾ ഒരു സിംഗിൾ പോയിൻ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക സൂക്ഷ്മമായിട്ട്. അപ്പോൾ ഒരു കണികേനെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നു. അതാണ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഫേം ഓർ എ കൺസ്യൂമർ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ഫേമിനെ പറ്റിയോ ഒരു കൺസ്യൂമറെ പറ്റിയോ മാത്രം ഒരാളെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോ എന്ന് പറഞ്ഞാൽ. മാക്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ പഠിക്കുന്നതാണെങ്കിൽ മൈക്രോ എന്തായി? ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ, ഒരു പേഴ്സൺ, ഒരു ഫേം, ഒരു കമ്പനി, ഒന്നിനെ പറ്റി മാത്രം പഠിക്കുന്നതാണ് മൈക്രോ. ഇറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. അപ്പോൾ ഒരാളുടെ ബിഹേവിയർ എങ്ങനെയാണ്? ഒരു പേഴ്സൺ എന്തൊക്കെ സാധനങ്ങളാണ് അയാൾ വാങ്ങുന്നത്? അയാൾ എന്തൊക്കെ സാധനങ്ങൾ എത്ര പ്രൈസ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് പഠിക്കുന്നത്? മൈക്രോയിൽ പഠിക്കുന്നത്. ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ, ഒരു ഇൻഡിവിജ്വൽ, ഒരു കൺസ്യൂമർ, ഇയാളെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോ എന്ന് പറഞ്ഞാൽ. ദെൻ
ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ്